ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. മുന്നത്തെ വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അത് രണ്ടാമത്തെ. ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ അവിടെയും ഞാൻ ഇവിടെ ആയിരുന്നു. ഏട്ടൻ ചെന്നൈയിലും ഞാൻ നാട്ടിലും. അപ്പോൾ രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ രണ്ടാളും നാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കേക്കൊക്കെ മുറിച്ചിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയ ആഘോഷമൊന്നുമില്ല. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അച്ഛൻ, അമ്മ, മേമ, മാമിമാർ, ഏട്ടന്മാർ, ചേച്ചിമാർ, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടി ഇത് കേക്ക് മുറിക്കുക, അങ്ങനെ ഒരു പ്ലാനിങ് ആയിരുന്നു. എല്ലാവരും കൂടി വന്നപ്പോൾ ഒരു വലിയ ആഘോഷം പോലെയൊക്കെ തോന്നി കേട്ടോ. കേക്ക് അമ്മ വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കും ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഡ്രസ്സും അമ്മ വരുമ്പോൾ കൊടുന്നു. പിന്നെ ഇവിടുന്ന് ഏട്ടനും ചേച്ചിയും കൂടിയിട്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു സർപ്രൈസ് കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് ഏട്ടന്മാരൊക്കെ അത് അടുക്കളയിലാണ്, ഡെക്കറേഷൻസൊക്കെ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാട്ടോ അമ്മ വരുമ്പോൾ കൊടുന്ന കേക്ക്. എനിക്ക് നല്ല ഇഷ്ടമായി ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. പ്രതീക്ഷിക്കാതെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഏട്ടനും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പിടിച്ചു നിർത്തി. ചേച്ചി എന്ന് പറയുമ്പോൾ ഏട്ടൻ്റെ വൈഫ്, എൻ്റെ ഏടത്തിയമ്മ. അവരെ കല്യാണം ഇന്നലെ കഴിഞ്ഞു കേട്ടോ. ഇന്നലെ എന്ന് പറയുമ്പോൾ ജനുവരി 28-ന്, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ജനുവരി 29. തലേന്നും പിറ്റേന്നും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളൊരു 2 വർഷം മുന്നേ കല്യാണം കഴിച്ചു. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. Happy wedding anniversary. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ മുറിച്ച് കൊടുത്ത്, എന്നിട്ട് ഇതാ അച്ഛനെ വിളിച്ചിട്ട്, അത് ഏട്ടൻ്റെ അച്ഛനാണ്, കൃഷ്ണേട്ടൻ്റെ അച്ഛന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ സൗമ്യേച്ചും ആതിരേച്ചും കൂട്ടി ഞങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ തന്നു. സൗമ്യേച്ചി ഏട്ടൻ്റെ ചേച്ചി, ആതിരേച്ചി ഏട്ടൻ്റെ വൈഫ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വലിയേട്ടൻ, വിഷ്ണുവേട്ടൻ്റെ ഏട്ടനാട്ടോ. ഇത് ആതിരേച്ചിൻ്റെ അച്ഛനാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ അച്ഛനും ഏട്ടനും സർപ്രൈസായിട്ട് വന്നതെന്ന്. അപ്പോൾ ഇത് അച്ഛനാണ്. അച്ഛനും ഏട്ടനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്തായാലും കേക്ക് മുറിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അവരൊരു 7 മണിയൊക്കെ ആ സമയത്താണ് വന്നത്. ഞങ്ങൾ കേക്ക് മുറിക്കുന്നത് 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വിഷ്ണുവേട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവേട്ടൻ വരാൻ കുറച്ച് ലേറ്റായി പോയി. അത് ഇത്രയും നേരം വൈകി കേട്ടോ. അപ്പോൾ ഇതാണ് ആതിരേച്ചിൻ്റെ ഏട്ടൻ. അതിനതാ ഏട്ടനും അച്ഛനൊക്കെ കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കേക്ക് കൊടുത്തു കേട്ടോ. വീഡിയോ കുറേ അങ്ങനെയും കുറേ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എടുക്കാൻ ഏൽപ്പിച്ച ആൾ ഫുൾ കൊള്ളാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെ വന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കുക കേട്ടോ. വീഡിയോസും കുറവാട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിൽ ആകെ മറന്നുപോയി. പിന്നെ ഫോട്ടോസാണ് കൂടുതൽ എടുത്തുള്ളത്. ഇതിൻ്റെ അച്ഛനും അമ്മ കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ കേക്ക് കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ ഫോട്ടോസ് കേട്ടോ. എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതും ഫോട്ടോസൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ണേട്ടൻ്റെ വക അതൊരു സ്മാർട്ട് വാച്ച് കേട്ടോ, ഗിഫ്റ്റായിട്ട് കിട്ടിയത്. കണ്ണേട്ടൻ്റെ മേമൻ്റെ ഒക്കെ വക. പിന്നെ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അതാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവേട്ടൻ അറിഞ്ഞിട്ടില്ല ഞാൻ വാങ്ങിച്ചതും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയാം വേഗം പൊളിക്കാനായിട്ട് അവിടെ തന്നെ അപ്പം തന്നെ വേഗം പൊളിക്കുക കേട്ടോ. ഞാൻ കൊടുക്കണ വീഡിയോ ഒക്കെ ചേച്ചിമാരോട് എടുക്കാൻ പറയണത്, പക്ഷേ അത് എടുത്ത് പെട്ടിട്ടില്ല തോന്നുന്നു. വീഡിയോസും കിട്ടിയിട്ടില്ല നല്ല പോലെ. പിന്നെ ഇതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ അതാ ഞാൻ കൊടുത്തത് ഇയർബഡ്സും പിന്നെ ഒരു ഡയറി മിൽക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റായിട്ട് പക്ഷേ പ്രാവശ്യം ആനിവേഴ്സറിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയാൻ പറ്റാത്തൊരു സന്തോഷം സങ്കടവും ഒക്കെ പാടെ ഒരുമിച്ച് വന്നൊരവസ്ഥ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആനിവേഴ്സറിക്ക് എനിക്ക് ഡ്രസ്സായിട്ട് എടുത്ത് തരുന്നേ പറഞ്ഞു. ഞാൻ പറഞ്ഞായിട്ട് എന്തെടുത്ത് തന്നാലും എടുത്ത് തന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഡ്രസ്സിൻ്റെ കവറിലെടുത്തത് അത് ഇത്രയും വലിയ സർപ്രൈസ് ആയാലും ഒഴിഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് ഇനി ഫോട്ടോസൊക്കെ കണ്ടിട്ട് വരും കേട്ടോ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് അപ്പം തന്നെ പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇനി എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ അറഞ്ചം പുറഞ്ചം വലിച്ച് കീറി എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കാണിച്ചെടുത്ത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഗിഫ്റ്റുകളൊക്കെ ഓരോ ഗിഫ്റ്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. വീഡിയോസൊന്നും ഞങ്ങൾക്ക് നല്ലപോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ചെറിയ ക്ലിപ്പുകളാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ആനിവേഴ്സറി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബും ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് മൊത്തം നമ്മൾ iPhone 13 എടുക്കുന്നതാണ് ഗൈസ്. അപ്പോൾ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.